ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന ടോപ്പിക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മുടെ ഈ മൂന്നാമത്തെ മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നത്. ഈ MBAക്കാർക്കൊക്കെ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന സെപ്പറേറ്റ് പേപ്പർ തന്നെയുണ്ട്. മാത്രമല്ല, അവർ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടോപ്പിക്സ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന ഏരിയയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ് റിസർച്ച്. നമ്മൾ പക്ഷേ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് തിയറി ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി ആണെന്ന് പറയാം. എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഒരു സർവേ ആണ്. ഇപ്പം ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ആ പ്രോഡക്റ്റിൽ എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത്, ആ പ്രോഡക്റ്റിനെ പറ്റി കസ്റ്റമറിനുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, കസ്റ്റമറിന്റെ നീഡ്സ് എന്തൊക്കെയാണ്, അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ആ പ്രോഡക്റ്റ് ഏത് സെഗ്മെന്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ലോഞ്ച് ചെയ്യേണ്ടത്, ഏത് മാർക്കറ്റാണ് ചൂസ് ചെയ്യേണ്ടത്, മാത്രമല്ല ഈ പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണ്, എങ്ങനെ വേണോ അത് ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു കമ്പനി ഡിസൈഡ് ചെയ്യുന്നത് ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന സ്റ്റഡി നടത്തിയിട്ടാണ്. ഈ സ്റ്റഡിയിൽ ഡാറ്റ കളക്ട് ചെയ്യും. മേ ബി കസ്റ്റമേഴ്സിൻ്റെ ആയിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ അവർക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അവർ ഒരു സൊല്യൂഷൻ കണ്ടെത്തും, അല്ലെങ്കിൽ ആ സ്റ്റഡി നടത്തി എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കും. അതിനെ ബേസ് ചെയ്താണ് ബാക്കി കാര്യങ്ങളെല്ലാം, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അതായത് ആ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അത് മാർക്കറ്റിനെ പറ്റിയാവാം, പ്രോഡക്റ്റിനെ പറ്റിയാവാം, കസ്റ്റമേഴ്സിനെ പറ്റിയാവാം, അങ്ങനെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസിനെ പറ്റിയാവാം. അങ്ങനെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു സർവേ നടത്തി എന്തെങ്കിലും കണ്ടെത്തുന്നുവെങ്കിൽ അതിനെ മാർക്കറ്റിംഗ് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കാം. ഈ മാർക്കറ്റിംഗ് റിസർച്ചിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഓരോ ഓതേഴ്സും ഓരോ ബുക്സിൽ ഓരോ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 2 ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2 ഡെഫിനിഷൻസ് പറ്റുന്ന രീതിയിൽ പഠിച്ചെടുക്കുക. എക്സാമിന് മാർക്കറ്റിംഗ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എഴുതാം. ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ആണ്. വേറെയും ഇഷ്ടം പോലെ ഡെഫിനിഷൻസ് ഉണ്ട്, മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചെടുക്കുക. ഇതിൽ ആദ്യത്തെ ഡെഫിനിഷനിൽ പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് വെച്ചാൽ ഒരു സ്റ്റഡിയാണ്, ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡിയാണ് റിഗാർഡിങ് പ്രോഡക്റ്റിന്റെ ഡിസൈനിനെ പറ്റി, അത് എവിടെ ലോഞ്ച് ചെയ്യണം, അതിന്റെ മാർക്കറ്റിനെ പറ്റി, പിന്നെ ഈ പ്രോഡക്ട്സ്, ഈ ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന്, അതിന്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും അതിന്റെ വെയർ ഹൗസിങ്ങും. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ സ്റ്റോഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന്, പിന്നെ അതിന്റെ സ്റ്റോറേജ് എങ്ങനെയാണ്, വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം, ഗോഡൌണിനെ പറ്റി, അപ്പോൾ അതിന്റെയൊക്കെ ലൊക്കേഷൻ എവിടെയൊക്കെ ആയിരിക്കണം, പിന്നെ ആ പ്രോഡക്റ്റിന്റെ അഡ്വർടൈസിങ്, അതിന്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു സ്റ്റഡിയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയാണ്. രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് സെയിൽസ് ട്രാൻസ്ഫർ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. പ്രൊഡ്യൂസറിന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് കസ്റ്റമറിന്റെ കയ്യിൽ എത്തും വരെ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണോ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി. അതായത് ഡാറ്റ ഗ്യാദർ ചെയ്യും, ആ ഡാറ്റ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും. അങ്ങനെ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാർക്കറ്റിംഗ് റിസർച്ചിനെ പറ്റി ബുക്സിൽ, ഞാൻ എൻ്റെ ഈ ബുക്കിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞ് ഒരു പേജ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. മാർക്കറ്റിംഗ് റിസർച്ചിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഇത്രയും പോയിന്റ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടതാണ്. ഇനി ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ടെക്സ്റ്റ് നോക്കിയാൽ മതി, ഈ ബുക്കിൽ നോക്കിയാൽ മതി.
അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ഉണ്ട്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇതെല്ലാം ഗ്യാസ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ ആ കൺസെപ്റ്റ് മനസ്സിലാവും. ഇപ്പം ഇതിലിപ്പോൾ ഒരു 5 പോയിന്റ് ഉണ്ടെന്ന് വയ്ക്കുക, ഇനി പോയിന്റ്സ് ഇനിയും ഉണ്ട്. ഇത് നിങ്ങളത് ഫുള്ള് വായിച്ചു കഴിയുമ്പോഴേക്കും ഇതിന്റെ പകുതിയെങ്കിലും ഓർമ്മയുണ്ടാവും. അത്രയും മതി നമുക്ക് എക്സാമിന് ആയിട്ട്. എല്ലാ പോയിന്റ്സും കാണാതെ പഠിക്കണമെന്നില്ല. ഒരു 10 പോയിന്റ്സ് പഠിക്കുകയാണെങ്കിൽ 5 എണ്ണേ ഓർമ്മ ഉണ്ടാവത്തുള്ളൂ, അത് മതിയാവും. അപ്പൊ നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ചും പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ചും ഫുള്ളും ഗ്യാസ് തന്നെയാണ്. ജസ്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന ടോപ്പിക്കിൽ ആദ്യത്തെ എസ്ഐ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. ആദ്യത്തെ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന സംഭവം. മാർക്കറ്റിംഗ് റിസർച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ട് തീരത്തില്ല. ഇനിയുള്ള 2-3 വീഡിയോസിലെല്ലാം മാർക്കറ്റിംഗ് റിസർച്ച് എന്ന ടോപ്പിക്ക് തന്നെയായിരിക്കും. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യം സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആണ്. 4 പോയിന്റ്സേ ഉള്ളൂ, അതായത് 4 ഹെഡിങ്സേ ഉള്ളൂ. ഈ ഹെഡിങ്സ് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഇതിന്റെ ലോജിക് എന്താണെന്ന് ഈസി ആയിട്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതി കയറ്റാനായിട്ട് പറ്റും. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പ്രോഡക്റ്റ് റിസർച്ച്, കസ്റ്റമർ റിസർച്ച്, സെയിൽസ് റിസർച്ച്, പ്രൊമോഷൻ റിസർച്ച്. അതായത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള റിസർച്ച് ആണെങ്കിൽ അതിനെ പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറയും. കസ്റ്റമറിനെ പറ്റിയാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ കസ്റ്റമർ റിസർച്ച് എന്ന് പറയും. അത്രയേ ഉള്ളൂ. അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസിനെ പറ്റി അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെ പറ്റിയാണ് സ്റ്റഡി നടത്തുന്നതെങ്കിൽ അതിനെ പ്രൊമോഷൻ റിസർച്ച് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം, അതിന്റെ കളർ എന്തായിരിക്കണം, അതിന്റെ പാക്കേജിങ് എങ്ങനെയാണ്, അതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് അതായത് മറ്റ് കമ്പനീസിന്റെ സെയിം സെഗ്മെന്റിലുള്ള പ്രോഡക്ട്സിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിലുള്ള ഏതൊക്കെ ഫീച്ചേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ എന്താണ്, കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിനെ പറ്റി ഉള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സ്റ്റഡി നടത്തുന്നതിന് പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറയും. ഇങ്ങനെ സ്റ്റഡി നടത്തിയാണ് ഒരു പ്രോഡക്റ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, ആ പ്രോഡക്റ്റിൽ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്, ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെ ഡിസൈഡ് ചെയ്യണം, ആ പ്രോഡക്റ്റ് ഏത് സെഗ്മെന്റിൽ ലോഞ്ച് ചെയ്യണം, ആ പ്രോഡക്റ്റിന്റെ സർവീസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റിനെ പറ്റി റിസർച്ച് നടത്തിയാണ്. അപ്പം അങ്ങനെ പ്രോഡക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് നടത്തുന്നതെങ്കിൽ അതിനെ പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറയും. കസ്റ്റമർ റിസർച്ച് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ പ്രിഫറൻസ്, നീഡ്സ്, വാണ്ട്സ്, അവരുടെ ഒരു പ്രോഡക്റ്റിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അവരുടെ കൾച്ചറൽ അല്ലെങ്കിൽ മറ്റ് ടേസ്റ്റ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡിയെയാണ്, റിസർച്ചിനെയാണ് കസ്റ്റമർ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നടത്തുന്ന സ്റ്റഡിയെ കസ്റ്റമർ റിസർച്ച് എന്ന് പറയും. സെയിൽസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന റിസർച്ച്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഏത് സെഗ്മെന്റിൽ ലോഞ്ച് ചെയ്യണം, ഏത് ലൊക്കേഷനിൽ ലോഞ്ച് ചെയ്യണം, അതിന് റീറ്റെയിൽ സ്റ്റോഴ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എവിടെയൊക്കെ റീറ്റെയിൽ സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, അവിടേക്ക് എങ്ങനെ പ്രോഡക്റ്റ്സ് എത്തിക്കണം, എന്ത് മീഡിയത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ എത്തിക്കണം, പിന്നെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ റീറ്റെയിലേഴ്സിന്റെ കമ്മീഷൻ എങ്ങനെയാണ്. ഇപ്പം ഇങ്ങനത്തെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന സ്റ്റഡിയെ സെയിൽസ് റിസർച്ച് എന്ന് പറയും. പ്രൊമോഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്ത് മീഡിയം ആണ് ചൂസ് ചെയ്യേണ്ടത് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാൻ, ഒരു പ്രോഡക്റ്റിന്റെ എന്ത് കാര്യമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രൊമോഷൻ സമയത്ത്, അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ സമയത്ത്, ഈ കസ്റ്റമറിന്റെ എന്ത് കാര്യം അല്ലെങ്കിൽ അവിടെ എന്ത് ടേസ്റ്റ് ആണ് നമ്മൾ അഡ്വർടൈസ്മെന്റിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങൾ പറ്റിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സ്റ്റഡി നടത്തുന്നതിനെ പ്രൊമോഷൻ റിസർച്ച് എന്ന് പറയാം. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് എല്ലാം ഏകദേശം ഇന്റർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ പ്രോഡക്റ്റിനെ പറ്റി സ്റ്റഡി നടത്തുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റിൽ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണെന്ന് പഠിക്കും, ആ പ്രോഡക്റ്റിന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പഠിക്കും, ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്ന് പഠിക്കും. അപ്പോൾ എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ എല്ലാം ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് ഒരു പ്രോഡക്റ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ മാത്രം പറ്റിയുള്ള റിസർച്ച് അല്ല, അത് റിലേറ്റഡ് ആയിട്ട് കസ്റ്റമറിനെ പറ്റിയും അതിന്റെ സെയിൽസിനെ പറ്റിയും അതിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെ പറ്റിയെല്ലാം റിസർച്ച് നടത്തേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ. ബേസിക്കലി ഈ 4 കാര്യങ്ങളിലാണ് ഈ മാർക്കറ്റിംഗ് റിസർച്ച് കൊണ്ട് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. ഈ ടോപ്പിക്ക് എക്സാമിന് ആൻസർ എഴുതുമ്പോൾ ഈ 4 ഹെഡിങ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഫിഗറും കൂടെ വരച്ച് വയ്ക്കുക. ഇത് ടെക്സ്റ്റിലുള്ള സ്റ്റാൻഡേർഡ് ഫിഗറാണ്. എല്ലാം ബ്ലോക്ക് ഡയഗ്രാം പോലെ എന്ന് പറയും. നടുക്കാണ് മാർക്കറ്റിംഗ് റിസർച്ച് വരുന്നത്. അതിന് ചുറ്റും 4 ഹെഡിങ്സ് ബോക്സ് എഴുതുക. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ ആരോ മാർക്ക് കൊടുക്കുക 2 സൈഡിലോട്ടുള്ള. അതായത് എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ് എന്ന് കാണിക്കാനായിട്ട്.
അപ്പോൾ ഇതാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന സംഭവം. ഈ സംഭവം ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്തതാണ്, എൻ്റെ ഈ ബുക്കിലില്ല. ഈ സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ പോയിന്റ്സ് വായിച്ചാൽ എഴുതാനുള്ള പോയിന്റ്സ് ഒരുപാട് കിട്ടും. അപ്പം ഇതും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രയാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ചും എന്താണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നും ഉള്ള കാര്യം. മാർക്കറ്റ് റിസർച്ചിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.